ശ്രീമന്നാരായണീയം ദശകം 28 ലക്ഷ്മി സ്വയംവരവും അമൃത പ്രാദുർഭാവവും. ശ്ലോകം 2. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. വിമതത്സു സുരാസുരേഷു ജാതാ സുരഭിസ്താമൃഷിഷു ന്യഥാസ്ത്രിധാമൻ കയരത്നമഭൂതഥേഭരത്നം ദ്യുതരുക്ചാപ്സരസത്സുരേഷു താനി. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, അതിശക്തമായിട്ട് 1000 കൈകളെ കൊണ്ട് ഭഗവാൻ പാലാഴി കടഞ്ഞപ്പോൾ അതിൽ നിന്നും അത്യുഗ്രമായിട്ടുള്ള ഹലാഹലം എന്ന വിഷം, ഗരളം എന്ന് പറയുന്നത് ആ വിഷത്തെയാണ്, കാളകൂടം എന്നും പറയും. ആ വിഷം പൊങ്ങി വന്നു. പ്രപഞ്ചത്തിനെ മുഴുവൻ നശിപ്പിക്കാൻ മാത്രം ശക്തിയുള്ള ആ വിഷം കണ്ടപ്പോൾ ദേവന്മാരെല്ലാവരും ഭയന്നു. അവര് ശ്രീ പരമേശ്വരനെ സ്തുതിക്കാൻ തുടങ്ങി. അവരുടെ ആ സ്തുതിയിൽ സന്തോഷിച്ച് ഭഗവാൻ ഇവിടെ ശ്രീ ഗുരുവായൂരപ്പന്റെ ആ ഒരു സന്തോഷത്തിനും കൂടെ കൂടി വേണ്ടി, ശ്രീ മഹാവിഷ്ണുവിന്റെ ആ ഒരു സന്തോഷത്തിനും കൂടെ കൂടി വേണ്ടിയിട്ട് ആ വിഷത്തെ പാനം ചെയ്തു. ഭഗവാന്റെ കഴുത്തിൽ ആ വിഷം തൊണ്ടയിൽ ഉറച്ചു. നീല നിറം കഴുത്തിനുണ്ടായി. അങ്ങനെ നീലകണ്ഠൻ എന്ന പേരും ഭഗവാന് ഉണ്ടായി. ഇനി വീണ്ടും പാലാഴിയിൽ നിന്ന് കാമധേനു അല്ലെങ്കിൽ സുരഭി എന്ന പശു, ഉച്ചൈശ്രവസ്, ഇവിടെ ശ്രേഷ്ഠമായിട്ടുള്ള കുതിര, ഐരാവതം, അതുപോലെ തന്നെ ശ്രേഷ്ഠമായിട്ടുള്ള ആന, കൽപ്പക വൃക്ഷം, പാരിജാതം, അപ്സരസുകള് ഇവയെല്ലാം ഉണ്ടായി. സുരാ അസുരേഷു, ദേവന്മാരും അസുരന്മാരും, വിമതത്സു, നല്ലവണ്ണം മഥനം ചെയ്യുക, നല്ലവണ്ണം പാലാഴി കടഞ്ഞപ്പോൾ, സുരഭി ജാത, സുരഭി കാമധേനു, സർവ്വ അഭീഷ്ടങ്ങളും സാധിച്ചു തരുന്ന പശുവാണ് കാമധേനു. ആ കാമധേനു ജാത ഉണ്ടായി. ഹേ ത്രിധാമൻ, അല്ലയോ സർവവ്യാപിൻ ഭഗവാനെ, അവിടുന്ന് താം ഋഷിഷു ന്യഥ, അവിടുന്ന് ആ കാമധേനുവിനെ ഋഷിഷു മഹർഷിമാരിൽ ന്യഥ അർപ്പിച്ചു. അതായത് മഹർഷിമാർക്ക് ആ കാമധേനുവിനെ കൊടുത്തു. അവർക്ക് യാഗങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ വസ്തുക്കളും ഈ കാമധേനുവിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പൊ അത് ഭഗവാൻ അറിഞ്ഞുകൊണ്ടാണ് മുനിമാർക്കായിട്ട് കാമധേനുവിനെ കൊടുത്തത്. അഥ പിന്നീട് ഹയരത്നം, ഹയം എന്ന് പറഞ്ഞാൽ ഇവിടെ കുതിരയാണ്. ഹയരത്നം, ശ്രേഷ്ഠമായ കുതിരകളിൽ ശ്രേഷ്ഠമായിട്ടുള്ള ഉച്ചൈശ്രവസ് എന്ന ആ കുതിരയും, ഇഭരത്നം, ഇഭ എന്ന് പറഞ്ഞാൽ ഇവിടെ ആനയാണ്, ഇഭരത്നം ശ്രേഷ്ഠമായിട്ടുള്ള ആന ഐരാവതവും, ദ്യു തരു, ദ്യു എന്ന് പറഞ്ഞാൽ സ്വർഗം, തരു എന്ന് പറഞ്ഞാൽ വൃക്ഷമാണ്. അപ്പൊ സ്വർഗത്തിലെ വൃക്ഷം എന്നറിയപ്പെടുന്നത് പാരിജാതമാണ്. ആ കൽപ്പക വൃക്ഷവും അഭൂത് ഉണ്ടായി. അപ്പൊ പിന്നീട് ഉച്ചൈശ്രവസ് എന്ന കുതിരയും ഐരാവതം എന്ന ആനയും ഇവിടെ കൽപ്പവൃക്ഷവും ഉണ്ടായി. ഉച്ചൈശ്രവസ് എന്ന ആ ശ്രേഷ്ഠമായ കുതിരയെ മഹാബലിയാണ് സ്വീകരിച്ചതെന്നാണ് പറയുന്നത്, ഐരാവതത്തെ ദേവേന്ദ്രനും. അപ്സരസ ച, പിന്നീട് അപ്സര സ്ത്രീകളും ഉണ്ടായി. താനി, ഇവയെല്ലാം സുരേഷു, ദേവന്മാരിലും ന്യഥ അർപ്പിച്ചു. ഇവയൊക്കെ ദേവന്മാർക്ക് ഭഗവാൻ കൊടുത്തു. ആർക്കൊക്കെ എന്തൊക്കെയാണ് ഉപകാരപ്പെടുക, ആർക്കൊക്കെ എന്തൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നെല്ലാം ഭഗവാൻ നന്നായിട്ടറിയാം. അതുകൊണ്ട് ഔചിത്യം നോക്കിയാണ് ഭഗവാൻ ഓരോന്നും ഓരോരുത്തർക്കായിട്ട് ഇവിടെ കൊടുത്തത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.